ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നത്തോലി ഫ്രൈ ആണ്. നത്തോലിക്ക് ഞങ്ങളിവിടെ പറയാറുള്ളത് വത്തൾ എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വത്തൾ അല്ലെങ്കിൽ നത്തോലി വറുത്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരുകളാണ്, പേരിലൊന്നുമില്ല, നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിലാണ് കാര്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 500 ഗ്രാമോളം നമ്മുടെ മീൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ തല നുള്ളിക്കളയുന്ന കൊടുത്തുണ്ട്, അതിൻ്റെ ഒരു വേസ്റ്റും നമുക്കതിൽ പോരാറുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് അത് കഴുകിയെടുക്കുമ്പോൾ അത് വൃത്തിയായി കിട്ടാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് 2 സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ടേബിൾ സ്പൂണാണ്, അതിലേക്ക് ഇതേപോലെ 1.5 സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു മുളക് പൊടി മതിയാകും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് ഉപ്പ് അധികമാവും. ഇപ്പോൾ ഉപ്പ് അധികമാവാതെ നോക്കുക. ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാധാ വലിയ മീനിടുന്ന പോലെ ഇതിലിടാൻ നിൽക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എല്ലായിടത്തും പൊടികളൊക്കെ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു അരപ്പ് കൂടി തയ്യാറാക്കണം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചി, ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 5-6 കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി 2 ചെറിയൊരു പീസ്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു 5-8 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അധികം മൂക്കാത്ത നമ്മുടെ കറിവേപ്പിലയുടെ തണ്ട്, ഇനി തണ്ടല്ല കറിവേപ്പില. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അമ്മിയിലൊന്ന് അരച്ചെടുക്കുകയാണ്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഈ ഒരു മിക്സ്, അതായത് ഉപ്പൊക്കെ ഇതിലേക്ക് പിടിച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ടാവും. അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് കൂടി നമുക്ക് ചേർത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോഴേക്കും അതൊന്ന് തണുക്കുമ്പോഴേക്കും നമ്മുടെ അതിലുള്ള എല്ലാ സാധനങ്ങളും അതിലേക്ക് പിടിച്ചോളും. അപ്പോൾ ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്, ഏത് മീനാണെങ്കിലും. അപ്പോൾ നമ്മളത് മാറ്റി വെച്ച് ഇനി നമ്മൾ വറക്കാൻ പോവുകയാണ്. നമ്മളിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറേശ്ശായിട്ട് ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പറ്റ കുഞ്ഞു മീനാണ്, നമുക്കിത് ഇതേപോലെ വറുത്തെടുക്കാം, ഈസിയല്ല. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് അതിൽ പരന്ന് കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ആക്കി കൊടുത്തു, അല്ലെങ്കിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. 2-4-5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഒരു സൈഡ് നമുക്കിങ്ങനെ മുരിഞ്ഞ് കിട്ടാൻ തുടങ്ങും. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഏതാണ്ട് ഒരു ഇതെല്ലാം മറിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അതിൻ്റെ എല്ലാ സ്ഥലവും അത് ഫില്ല് ചെയ്ത് കിട്ടും. ഇപ്പോൾ 2 സൈഡും ഏതാണ്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്കത് കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ നത്തോലി ഫുള്ളായിട്ട് നമുക്കത് മുരിഞ്ഞ് കിട്ടും. ഇനി നമുക്കത് തീ ഓഫാക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നത്തോലി ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.